കപിലനായിട്ട് അവതരിച്ച ഭഗവാൻ എന്തിനുണ്ടായതൊക്കെ കുറേശ്ശെ ചുരുക്കി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പറയും, കപിലസ്തത്വസംഖ്യാത ഭഗവാൻ ആത്മമായയ ജാതസ്വയം അജസാക്ഷാൽ ആത്മപ്രജ്ഞപ്തയെ നൃണാം എന്ന് പറയും. ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചത് കപില തത്വസംഖ്യാനം ചെയ്യാനാണ് ഭഗവാൻ ഭൂമിയിലേക്ക് വന്നത് എന്ന് പറയും. എന്നിട്ട് എന്തേ പണ്ടായി ചോദിച്ചാൽ, അപ്പൊ അതാണ് തത്വസംഖ്യാതാവായ ഭഗവാൻ ഇവിടെ വന്നിട്ട് യദ് വിധത്തെ ഭഗവാൻ ആത്മമായ തൻ്റെ മായയെ ആശ്രയിച്ചിട്ട് ആത്മസ്വരൂപനായ ഭഗവാൻ യദ് വിധത്തെ എന്തെന്തെല്ലാം മഹിമകളാണ് ചെയ്തത്, ഭഗവാന്റെ ആ ഒരു ലീലകൾ എന്തൊക്കെ ഉണ്ടായത്. താനിമേ ശ്രദ്ധാനസ്യ, അത് എനിക്കത് കളക്കണം എന്ന് കലശലായിട്ടുള്ള മോഹമുണ്ട്, അങ്ങ് അതൊന്ന് വിസ്തരിച്ച് പറയണം എന്ന് പറഞ്ഞപ്പം അവിടുന്ന് ഈ ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്തു. ഇദ്ദേഹം എന്താ ചെയ്തു വെച്ചാൽ, ഈ കപില ഭഗവാൻ അങ്ങനെ ആ പർണശാലയിൽ തൻ്റെ അച്ഛനായ കർദമ പ്രജാപതിയുടെയും അമ്മയായിട്ടുള്ള ദേവഹൂതിയുടെയും കൂടെ കഴിച്ചു കൂട്ടുന്ന കാലത്ത് കർദമ പ്രജാപതി പുത്രിമാരെയൊക്കെ വിവാഹം ചെയ്തു കൊടുത്ത് തൻ്റെ ബാധ്യതകളൊക്കെ തീർത്തതിൻ്റെ ശേഷം പുത്രനായ കപിലവാസുദേവന്റെ മുമ്പിൽ വന്ന് തൊഴുതിട്ട് തനിക്ക് സന്യസിക്കാനുള്ളതായ അനുവാദം വേണം എന്ന് പറഞ്ഞ് ആ അനുവാദം വാങ്ങി സന്യസിക്കാനായിട്ട് പോവുകയും ചെയ്തു. അങ്ങനെ ഇദ്ദേഹം സന്യസിച്ചു പോയപ്പോഴാണ് ദേവഹൂതിയും പുത്രനായ ഭഗവാനും മാത്രമേ ഇപ്പം ആ ബിന്ദുസരസിന്റെ തീരത്തുള്ള ആശ്രമത്തിൽ അങ്ങനെ കഴിക്കണത്. അപ്പം അങ്ങനെ കഴിച്ചു കൂട്ടുന്ന കാലത്ത് എന്താ വെച്ചാൽ പറയും, പിതരി പ്രസ്ഥിതേരണ്യം മാതുഃ പ്രിയചികീർഷയ തസ്മിൻ ബിന്ദുസരേ അവാത്സിയിൽ ഭഗവാൻ കപില കില എന്ന് പറയും. അതായത് ഈ അച്ഛൻ സന്യസിച്ച് പോയതിൻ്റെ ശേഷം ഭഗവാൻ അവിടെ തന്നെ ആ ബിന്ദുസരസിന്റെ തീരത്തുള്ള ആശ്രമത്തിൽ കുറച്ചു കാലം കൂടി കഴിച്ചു കൂട്ടി. എന്തിനെ കഴിച്ചു കൂട്ടി എന്നാണെങ്കിൽ അത് പ്രത്യേകം എടുത്ത് ഇവിടെ പറയുന്നുണ്ട്. മാതുഃ പ്രിയചികീർഷയ, അമ്മയ്ക്ക് പ്രിയം ചെയ്യാനായിട്ടാണ് അവിടെ താമസിച്ചത് പറയും. അതായത് അമ്മയ്ക്ക് ലേശം നന്മകളൊക്കെ ഉണ്ടാവാൻ വേണ്ടത് ചെയ്യണം, അതിനായിട്ട് കുറച്ചു കാലം കൂടി ഇവിടെ താമസിക്കേണ്ടതുണ്ട് എന്ന് കണക്കാക്കിയിട്ടാണ് അവിടെ താമസിച്ചത്. അപ്പം നൈഷ്കർമ്മ്യ സിദ്ധിയിലേക്ക് പ്രവേശിച്ചതായ ഈ മഹാത്മാവ് അദ്ദേഹം ഇവിടെ ഇങ്ങനെ ഈ പർണശാലയിൽ കഴിച്ചു കൂട്ടുന്ന കാലത്ത് ഒരു ദിവസം ദേവഹൂതി ഇങ്ങനെ ചിന്തിച്ചു. എന്താ വെച്ചാൽ തൻ്റെ ഭർത്താവ് കർദമ പ്രജാപതി മഹായോഗ്യനായ ഒരു വലിയ വിദ്വാനായ മഹർഷിയായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഇത്രയും കാലം കഴിച്ചു കൂട്ടിയിട്ടും അറിയേണ്ടതായ വലിയ വിദ്യകളോ ജ്ഞാനത്തിൻ്റെതായ മഹിമകളോ ഒന്നും ചോദിക്കാനോ അറിയാനൊന്നും തോന്നിയില്ല, ഒന്നും ചോദിച്ചതുമില്ല, അറിഞ്ഞതുമില്ല. അപ്പൊ ഇനി അദ്ദേഹം പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോഴാണ് പുത്രനായ ഭഗവാൻ കപിലവാസുദേവൻ തൻ്റെ മുമ്പിൽ നിൽക്കണമല്ലോ എന്നാലോചിച്ചിട്ട് കപിലവാസുദേവ ഭഗവാനെ ചെന്ന് ആശ്രയിച്ച് ഇനി വേണ്ടതൊക്കെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ചോദിച്ചൊക്കെ അല്ലെ നന്നായിട്ട് അറിയാം എന്ന് കണക്കാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു, ഭഗവാനെ ഏതായാലും ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് വന്നതൊന്ന് നമസ്കരിക്കാനാണ് എന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പാദത്തിൽ നമസ്കരിച്ചു. പറയുകയും ചെയ്തു. ഇങ്ങനെയാണ് പറഞ്ഞത്, നിർവിണ്ണ നിതരാം ഭൗമൻ അസദിന്ദ്രിയ ദർശനാൽ ഏന സംഭാവ്യമാനേന പ്രപന്നാന്ധം തമഃ പ്രഭോ എന്നും പറഞ്ഞു. അതായത് പ്രഭോ, ഭഗവാൻ ഈ മകനെയാണ് ഇപ്പോൾ ഈ വിളിക്കണത്. അതുകൊണ്ട് അങ്ങോട്ട് എനിക്ക് പറയാനുള്ളൊരു പ്രാർത്ഥന എന്താണെന്നാണെങ്കിൽ, നിർവിണ്ണ നിതരാം ഭൗമൻ, ഈ വിഷയങ്ങളെ ഇങ്ങനെ അനുഭവിച്ച രൂപരസഗന്ധ സ്പരിശങ്ങളായ വിഷയങ്ങളെ ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഇങ്ങനെയുള്ള ലോക വിഷയങ്ങളെ അനുഭവിച്ചും അതിൽ പ്രവർത്തിച്ചും എൻ്റെ ഇന്ദ്രിയങ്ങൾക്കും എനിക്കും നിർവിണ്ണ നിതരാം ഭവൻ മതിയായി മടുത്തു. എന്താ വെച്ചാൽ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിച്ച് തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് ഇരുട്ടുന്ന ഇരുട്ടിക്ക് എന്നുള്ള മട്ടാണ് അപ്പോൾ പോണത്. അതുകൊണ്ട് അങ്ങാണെങ്കിലോ ആദ്യോ ഭഗവാൻ പുംസാം ഈശ്വരോ വൈ ഭവാൻ കില, അങ്ങാണെങ്കിൽ ജഗതീശ്വരനായിട്ട് വന്നിരിക്കുകയാണ്. എന്തിന്? ലോകസ്യ തമസാന്ധസ്യ ചക്ഷു സൂര്യ ഇവോദിത, ഇരുട്ടിൽ മുങ്ങിപ്പോയ ലോകത്തിന് വെളിച്ചത്തിന്റെ കണ്ണായിട്ടാണ് അങ്ങ് വന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാന്നാണെങ്കിൽ അങ്ങയുടെ പാദത്തിൽ നമസ്കരിക്കുകയാണ്. അങ്ങ് എന്ത് ചെയ്യണം? അഥമേ ദേവ സമ്മോഹം അപാക്രഷ്ടം, എൻ്റെ അകത്തിരിക്കണ ഈ അന്തല്യായ അങ്ങ് തീർത്തു തരണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണോ? നമസ്കരിക്കണോ എന്ന് പറഞ്ഞ് ദേവഹൂതി മാതാവ് ഭഗവാൻ കപിലവാസുദേവന്റെ കാൽക്കൽ ചെന്ന് നമസ്കരിച്ചു. എന്നിട്ട് പറയുകയും ചെയ്തു, തം ത്വാഗതാഹം ശരണം ശരണ്യം സ്വഭൃത്യ സംസാരതരോ കുഠാരം ജിജ്ഞാസയാഹം പ്രകൃതേ പൂരുഷസ്യ നമാമി സദ്ധർമ്മവിദം വരിഷ്ഠം. അതുകൊണ്ട് സദ്ധർമ്മജ്ഞന്മാരിൽ ശ്രേഷ്ഠനായ ഭഗവാൻ കപിലവാസുദേവനെ ഞാൻ നമസ്കരിക്കുകയാണ്. എന്തിനാ ചോദിച്ചാൽ ജിജ്ഞാസയ, എനിക്ക് ജിജ്ഞാസയുണ്ട്. ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ അറിയണമെന്ന് കലശലായിട്ടുള്ള മോഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങതൊന്നും നല്ലോണം ഉപദേശിച്ചു തരണം എന്നും പറഞ്ഞു. അപ്പൊ എന്താ ഇപ്പൊ ചോദിച്ചതെന്നാണെങ്കിൽ ഉപദേശങ്ങളൊക്കെ തരണം എന്ന് പറഞ്ഞ കപിലോപദേശ ഭാഗമാണ് ആരംഭിക്കുന്നത് ഭഗവാന്റേത്. അപ്പൊ ഈ ഭഗവാനോട് ചോദിച്ചത് എന്താ വെച്ചാൽ, ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ
കഴിച്ചു കൂട്ടുന്ന സമയത്ത് ലോകത്തിലെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ധാരാളമായിട്ട് ഇങ്ങനെ അനുഭവിക്കണം. എന്താ ഇവിടെ ഉണ്ട് പലതായിട്ടുണ്ട്, ഇന്നതെന്നൊന്നുമില്ല, പല പ്രകാരത്തിലും ദുരിതങ്ങളും ക്ലേശങ്ങളും ഒക്കെ ഉണ്ട്. എങ്ങനെ ഈ ക്ലേശങ്ങളൊക്കെ ഉണ്ടായത്? ഇത് ഇനി ഇല്ലാണ്ടാവാൻ എന്താ അപ്പം അതിനൊരു നിവൃത്തി? ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പം അതിന് മറുപടിയായിട്ട് ഭഗവാൻ പറഞ്ഞു തുടങ്ങി. എങ്ങനെയാണെന്നാണെങ്കിൽ നമ്മൾക്കിപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ദുഃഖമുണ്ട്, ദുരിതമുണ്ട്, ക്ലേശമുണ്ട്, ഇതൊക്കെ അനുഭവിക്കുമ്പോൾ നമുക്കതിൻ്റെ വിഷമങ്ങളും സന്തോഷങ്ങളൊക്കെ അതുമുണ്ട്. അപ്പം ഇതിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാവണത്, എങ്ങനെയാണ് ഇല്ലാതേകണ്ടാവണത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അടിസ്ഥാനമായിട്ട് ചോദിച്ചത്. അപ്പം എന്താ വേണ്ടു വെച്ചാൽ എന്തുകൊണ്ടാണ് അത് ഉണ്ടായത് വെച്ചാൽ ആ കാരണം കണ്ടില്ലാണ്ടിയാക്കിയാൽ അത് ഇല്ലാതേകണ്ടാവും ഈ ദുരിതങ്ങൾക്കുള്ള കാരണം. അപ്പം അതിൻ്റെ കാരണമാണ് ഭഗവാൻ ഇവിടെ ചർച്ച ചെയ്ത് പുറപ്പെട്ടത്. ആ കാരണത്തെ ഇല്ലേണ്ടിയാക്കിയാൽ കാര്യം ഇല്ലേണ്ടിയാവും എന്നാ പറഞ്ഞു അമ്മേ, ഈ ലോകത്തിലെ എല്ലാ ക്ലേശങ്ങളും ദുരിതങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവാൻ കാരണം, അതിനൊരു കാരണമേ ഉള്ളൂ. അതെന്താ വെച്ചാൽ പറഞ്ഞു കൊടുത്തു. ചേത ഖല്വസ്യ ബന്ധായ മുക്തയേച ആത്മനോമതം ഗുണേഷു സകൃതം ബദ്ധായ രതം വാ പുംസി മുക്തയെ. അതായത് ഈ ലോകത്തിലെ ബന്ധനങ്ങൾക്ക് കാരണമായിട്ടുള്ളതും മോക്ഷത്തിന് കാരണമായതും അവനവൻ്റെ മനസ്സാണ്. ചേത ഖലു, മനസ്സാണ് നമ്മൾ ബന്ധിപ്പിക്കുന്നതും മോചിപ്പിക്കുന്നതും. അതെങ്ങനെയാണെന്നാണെങ്കിൽ ഗുണേഷു സകൃതം ബദ്ധായ, ഈ ലോക വിഷയങ്ങളിലാണ് മനസ്സ് ഭ്രമിക്കുന്നത് എങ്കിൽ അത് ബന്ധിപ്പിക്കും. അതല്ല രതം വാ പുംസി മുക്തയെ, ഭഗവാന്റെ തൃപാദത്തിലാണ് ഈ മനസ്സ് ചെന്ന് രമിക്കുന്നത് എങ്കിലോ എന്നാൽ പിന്നെ അത് മുക്തിക്കായിട്ടും വരും. അതേ മനസ്സാണ് ബന്ധിപ്പിക്കുന്നതും മോചിപ്പിക്കുന്നതും. ലോക വിഷയത്തിലേക്കാണ് പറഞ്ഞേക്കണേ വെച്ചാൽ അത് ബന്ധിപ്പിക്കാനായി, അല്ല ഈശ്വര വിഷയത്തിലേക്കാണെങ്കിൽ അത് മോചിപ്പിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് എന്താ വേണ്ടുന്നാണെങ്കിൽ ഈ മനസ്സിനെയാണ് രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. അതിനുള്ള വിദ്യ പറയുമ്പോൾ പറയും ജ്ഞാനവൈരാഗ്യയുക്തേന ഭക്തിയുക്തേന ചാത്മന പരിപശ്യതി ഉദാസീനം പ്രകൃതി ചഹതൗജസം. ആ മനസ്സിനെ നേരെയാക്കി എടുക്കാനുള്ള ഒരേ ഒരു വിദ്യ ഇപ്പം എന്താണെന്ന് ചോദിച്ചാൽ ജ്ഞാനവൈരാഗ്യയുക്തേന ഭക്തിയുക്തേന എന്നാണ്. ജ്ഞാനവൈരാഗ്യ ഭക്തികളെ കൊണ്ട് മനസ്സിനെ പാകപ്പെടുത്തിയിട്ട്, അങ്ങനെ പാകപ്പെടുത്തിയെടുത്ത മനസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബന്ധനത്തിലേക്ക് പോവാതെ കണ്ട് മുക്തിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അതിനാണ് ഈ ജ്ഞാനവും വൈരാഗ്യവും ഒക്കെയാണ് ഭക്തിയും. ഭക്തി ജ്ഞാന വിരക്തികളെ കൊണ്ടേ മനസ്സിനെ ശുദ്ധാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ശുദ്ധാക്കിയിട്ട് വേണം മുമ്പിലേക്ക് പോവാനേ. എന്താ അങ്ങനെ പറയാൻ കാരണം ചോദിച്ചാൽ, ഇപ്പം നമ്മൾ ഏതിൻ്റെ കൂടെയാണ് ഇവിടെ പ്രസംഗമചരം പാശം, നല്ലതിൻ്റെ കൂടെ ചെന്ന് ചേർന്നാൽ നന്മയായിട്ട് തീരും. അതല്ല ദുഷ്ടതയുടെ കൂടെയാണ് ചെന്ന് ചേരുന്നു വെച്ചാൽ അത് ദുഷ്ടതയ്ക്കായിട്ട് തീരും. അതുകൊണ്ടാണ് ലോകത്തിലെ ബന്ധങ്ങളൊക്കെ ബന്ധനാണ് ഉണ്ടാക്കുക. ഏതിനോട് ബന്ധം പുലർത്തിയാലും അത് ബന്ധിപ്പിക്കും. പക്ഷേ അത് സജ്ജനങ്ങളോടാണെങ്കിലോ അതാണ് സ ഏവ സാധുഷു കൃതോ മോക്ഷദ്വാരം അപാവൃത. അത് സജ്ജനങ്ങളുടെ ആ ഒരു ഭാവത്തിലേക്കാണ് തിരിച്ചു കൊണ്ടുവരുന്നത് വെച്ചാൽ അത് മോക്ഷത്തിനായിട്ടും വരും. ഇങ്ങനെയാണ് വേണ്ടത്. അപ്പം അതുകൊണ്ട് മനസ്സിനെ നേരെയാക്കി എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ എങ്ങനെ ഈ മനുഷ്യനെ നേരെയാക്കി എടുക്കുക? അതാണല്ലോ ഒരു വിഷയം. അപ്പം അതിനെ നേരെയാക്കി എടുക്കാൻ എന്താ വിദ്യ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് പ്രകൃതി പുരുഷ ഭാവത്തിലുള്ളതാണ്. നമ്മൾ ഈ കാണുന്നതൊക്കെ പ്രകൃതിയാണ്. ഈ പ്രകൃതിയിലേക്ക് ഭഗവാന്റെ ചൈതന്യം പ്രവേശിക്കുമ്പോഴാണ് അത് ചൈതന്യവത്തായിട്ട് ലോകത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നത്. അപ്പം അതുകൊണ്ട് പ്രകൃതി ജഡാത്മികയാണെങ്കിലും ചൈതന്യ സ്വരൂപനായ പുരുഷന്റെ പ്രവേശത്തിൽ ആ സാന്നിധ്യത്തിൽ അത് പ്രവർത്തിക്കണോ. അതുകൊണ്ട് പ്രകൃതി പുരുഷ സംയോഗ ഭാവം ആണ് പ്രപഞ്ചത്തിൽ ഇപ്പം നമ്മൾ ഈ കാണുന്നത്. എന്താ വേണ്ടു വെച്ചാൽ പ്രകൃതി വേറെയാണ്, പുരുഷനും അല്ലെ പ്രകൃതിയിൽ നിന്ന് ഭിന്നനാണ് പുരുഷൻ, പ്രകൃതിയിൽ നിന്ന് ഭിന്നത പുരുഷനുണ്ട് എന്ന് മനസ്സിലാക്കലാണ് പ്രകൃതി പുരുഷ വിവേകം. ഈ സാഖ്യ തത്വ ദർശനത്തിന്റെ സമ്പ്രദായത്തിൽ വിരക്തി ഉണ്ടാക്കണം. അതായത് ലോകം എന്ന് പറയുന്നത് പ്രകൃതിയാണ്, അത് ജഡാത്മികയാണ്, അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന പുരുഷനാണ് പ്രപഞ്ചത്തെ ഇങ്ങനെ പ്രവർത്തിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെച്ച് പ്രകൃതിയിൽ നിന്നുള്ള ഭിന്നത മനസ്സിലാക്കുമ്പോഴാണ് മുക്തി ഉണ്ടാവുക എന്ന് പറഞ്ഞ് ഈ പ്രകൃതി പുരുഷ വിവേകത്തിന്റെ സമ്പ്രദായത്തെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ട് അത ഏവ അങ്ങനെ ആ വഴി കൂടി പോന്ന ശനൈഹി വളരെ സാവകാശത്തിൽ ചിത്തം മനസ്സിന് എന്ത് ചെയ്യണം? പ്രസക്തമസതാം പഥി ഭക്തിയോഗേന തീവ്രേണ വിരക്തിയാച നയ. അങ്ങനെ മെല്ലെ മെല്ലെ കൊണ്ടുവന്ന് നയിക്കണം. ഏത് പ്രകാരത്തില്? ഭക്തിയോഗം കൊണ്ട് കുറേശ്ശെ ഇങ്ങനെ മനസ്സിനെ ഭഗവാനിലേക്ക് നയിക്കുക. ഭഗവത്ഗീതയിൽ ഒരു ദിക്കിലെ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കും, മനസ്സിനെ നേരെയാക്കാൻ എന്താണ് വിദ്യ എന്ന് അർജുനൻ ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, ഇതേ ഉള്ളൂ, ഇത് ഒരൊറ്റ വിദ്യയുള്ളൂ. അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. അഭ്യാസം കൊണ്ടും
വൈരാഗ്യം കൊണ്ടും മാത്രമേ ഈ മനുഷ്യനെ നേരെയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അഭ്യാസം എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് നമ്മളൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തിക്കാണ് അഭ്യാസം എന്ന് പറയുക. ഒരു ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയിട്ട് നിരന്തരം ഇടതടവില്ലാതെ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് അഭ്യാസമാണ്. അങ്ങനെ മനസ്സിനെ നമ്മൾ നിരന്തരം പതിവായിട്ട് ഭഗവാന്റെ വിഷയത്തിലേക്ക് അങ്ങനെ യോജിപ്പിച്ച് ധ്യാനിച്ചും ജപിച്ചും നമസ്കരിച്ചും ഭഗവത് കഥകൾ കേട്ടും അങ്ങനെ യോജിപ്പിക്കുകയാണെങ്കിൽ മനസ്സ് ആ ഭഗവത് ഭാവത്തിലേക്ക് കുറേശ്ശെ ആദ്യം ഒന്നും ഉണ്ടാവില്ലെങ്കിലും സാവകാശത്തിൽ അഭ്യാസം കൊണ്ട് അങ്ങനെ നേരിയവും. പിന്നെ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിരക്തി. പ്രപഞ്ചത്തിലെ വിഷയങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കും, അല്ലെങ്കിൽ സുഖിപ്പിക്കും, അല്ലെങ്കിൽ രസിപ്പിക്കും എന്ന തോന്നലുണ്ടാവുകൊണ്ടാണ് ലോകത്തിലെ വിഷയങ്ങളോട് ആസക്തി ഉണ്ടായിട്ട് ബന്ധനം ഉണ്ടാവുന്നത്. ഈ ലോകത്തിൽ ഒരു വസ്തുവും സന്തോഷിപ്പിക്കുന്നതും രസിപ്പിക്കുന്നതും സുഖിപ്പിക്കുന്നതും ഇല്ല. കഴിഞ്ഞുകൂടാൻ ഇതൊക്കെ ഇങ്ങനെ വേണം എന്നേ ഉള്ളൂ എന്ന ആ ഒരു വിരക്തി ഉള്ളിലുണ്ടാവുമ്പം മനസ്സ് വിഷയങ്ങളിൽ ചെന്ന് ഒട്ടിപ്പിടിക്കില്ല. അപ്പം അങ്ങനെ വരുമ്പം കുറച്ചും കൂടി നേരിയവും. ഈ വിധത്തിൽ മനുഷ്യനെ പാകപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യണം? ആ ഭാവം ഹൃദയത്തിൽ ഉറപ്പിക്കണം. അതായത് ഹൃദയത്തിൽ ഈശ്വരസ്വരൂപം സദാ ജ്വലിച്ചിരിക്കുകയാണെങ്കിൽ അവിടെ മനസ്സടങ്ങിയിരിക്കും. അതുകൊണ്ട് മനസ്സിൽ ഭഗവാന്റെ സ്വരൂപത്തെ ഉറപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചോദിച്ചു, എങ്ങനെയാണ് ഭഗവാന്റെ സ്വരൂപത്തെ ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ടത്? അപ്പം ഭഗവാൻ പറഞ്ഞു കൊടുത്തു, ആ സ്വരൂപത്തെ, ഭഗവത് സ്വരൂപത്തെ ഹൃദയത്തിൽ ഉറപ്പിക്കുന്നതിൻ്റെ പേര് ധ്യാനയോഗം എന്ന് പറയും എന്നും പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, എങ്ങനെ ധ്യാനയോഗം, അതിൻ്റെ സമ്പ്രദായം എന്താണ് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് ഭഗവാൻ കപിലവാസുദേവൻ പറഞ്ഞു, അമ്മേ, യോഗസ്യ ലക്ഷണം വക്ഷ്യേ സബീജസ്യ നൃപാത്മജേ മനോയേനൈവ വിധിന പ്രസന്നം യാതി സത്പഥം. അതാണ് അമ്മ വേണ്ടത്. യോഗസ്യ ലക്ഷണം വക്ഷ്യേ, ആ ധ്യാനയോഗത്തിൻ്റെ സ്വരൂപം ഞാൻ പറയാം അമ്മയ്ക്ക്. സബീജസ്യ നൃപാത്മജേ മനോയേനൈവ വിധിന, ഈ യോഗശാസ്ത്ര വിധി കൊണ്ട് മനസ്സിനെ പ്രസന്നം യാതി, മനസ്സിനെ എന്ത് ചെയ്യാം? പ്രസന്നമാക്കാം, തെളിയിച്ചെടുക്കാം, മനസ്സിനെ നേരെയാക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുള്ള വിദ്യയാണ് ഈ പറയുന്നതായ ധ്യാനയോഗം. അപ്പോൾ ചോദിച്ചു, എങ്ങനെയാണ് ധ്യാനയോഗം? ധ്യാനയോഗത്തിൻ്റെ സമ്പ്രദായം പിന്നീട് പറഞ്ഞു കൊടുത്തു. എങ്ങനെയാണെന്നാണെങ്കിൽ ഭഗവാനെ നല്ലോണം അനുസരിച്ചിട്ട് വേണ്ടത് പറയും. സ്വധർമാചരണം ശക്തിയ, അവനവന് വർണ്ണാശ്രമ സമ്പ്രദായത്തിൽ അവനവൻ്റെ കർത്തവ്യകർമ്മങ്ങളെയൊക്കെ അവനവൻ്റെ ശക്തിക്ക് അനുസരിച്ച് നല്ലോണം സ്വധർമ്മത്തിൽ നന്നായിട്ട് പ്രവർത്തിക്കുക. വിധർമ്മച്ച നിവർത്തനം, നമ്മൾക്ക് ഇല്ലാത്തതായ, നമ്മൾക്ക് പാടില്ലാത്തതായ വിധർമ്മങ്ങൾ അല്ലെങ്കിൽ ആ വേണ്ടാത്തതായ ക്രിയകളിൽ നിന്നൊക്കെ നമ്മൾ പിന്തിരിയുക. എന്ത് വേണം? ദൈവാലബ്ധേന സന്തോഷ, കിട്ടിയതുകൊണ്ട് സന്തോഷിക്കാൻ ശീലിക്കുക. ആത്മവിചരണാർച്ചനം, അങ്ങനെ ഭഗവത് ഭാവത്തെ കണ്ടു തൊഴാനും ഉള്ള പ്രാപ്തി ഉണ്ടാവുക. പിന്നെ വേറൊരു സംഗതി വേണ്ടത് എന്താ ചോദിച്ചാൽ പറയും, ഗ്രാമ്യധർമ്മ നിവൃത്തിശ്ച. ഗ്രാമ്യധർമ്മ നിവൃത്തി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നമ്മൾ ഈ കാണുന്നതായ ഈ ഗ്രാമ്യധർമ്മങ്ങളുണ്ട്. ഈ സുഖഭോഗങ്ങളിലുള്ള ആസക്തിയായിട്ട് നടന്ന് സുഖിക്കണം എന്നും പറഞ്ഞ് ലോകത്തിൽ ഓരോ വിഷയങ്ങളിൽ അങ്ങനെ ശുദ്ധമില്ലാതെ നടന്ന് പ്രവർത്തിക്കണില്ലേ? ആ ഗ്രാമ്യധർമ്മങ്ങളെയൊക്കെ ഒന്ന് കുറയ്ക്കുക. എന്നിട്ട് മോക്ഷധർമ്മരതിസ്തഥ, എന്നിട്ട് മോക്ഷഭാവത്തിലേക്ക്, ഈശ്വരഭാവത്തിലേക്ക് മനുഷ്യനെ കുറേശ്ശെ യോജിപ്പിക്കുക. എന്നിട്ട് എന്താ വേണം ചോദിച്ചാൽ, ഈ ഒരു സമ്പ്രദായങ്ങൾ അനുഷ്ഠാനമായിട്ട് കൂടെ ഉണ്ടാവുന്ന സമയത്ത് അഹിംസ സത്യമസ്തേയം യാവദർത്ഥപരിഗ്രഹ ബ്രഹ്മചര്യം തപശൗചം സ്വാധ്യായ പുരുഷാർച്ചനം, ഈ മട്ടൊക്കെ ഉണ്ടാവണം. അഹിംസ, ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും മറ്റൊന്നിനെ വേദനിപ്പിക്കാതിരിക്കുക, അത് അഹിംസ. സത്യം, ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും സത്യത്തിനെ ഉറപ്പിക്കുക. അസ്തേയം, മറ്റൊരാളുടേത് കൈക്കലാക്കാനുള്ള ബുദ്ധി അതില്ലാണ്ടിരിക്കുക, മോഷണത്തിനുള്ള ബുദ്ധി തോന്നാതിരിക്കുക. യാവത് അർത്ഥപരിഗ്രഹ, അവനവൻ്റെ നിത്യകർമ്മത്തിൻ്റെ ശക്തി കൊണ്ട്, അവനവൻ്റെ ധർമാനുഷ്ഠാനത്തിൻ്റെ മഹിമ കൊണ്ട് സിദ്ധിക്കുന്നതായ, അവനവൻ്റെ കർമ്മം കൊണ്ട് കിട്ടുന്നതായ വരുമാനം കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുക. ബ്രഹ്മചര്യം, ബ്രഹ്മണി ചരതി ഇതി, വേദത്തിൻ്റെ വഴി കൂടെ ശരീരവും മനസ്സും ശുദ്ധമാക്കിയിട്ട് സഞ്ചരിക്കുക. പിന്നെ തപസ്, ശരീരമനസ്സിൻ്റെയും വാക്കിൻ്റെയും ഏകാഗ്രത. ശരീരം, വാക്ക്, മനസ്സ്, ഈ മൂന്ന് ത്രികരണങ്ങളെ ഏകാഗ്രമാക്കി ഭഗവാങ്കൽ ഉറപ്പിക്കുക. സ്വാധ്യായ, ശാസ്ത്രങ്ങളെ നിരന്തരം അനുസന്ധാനം ചെയ്യുക. പുരുഷാർച്ചനം, ഈശ്വരോപാസനയും ഉറപ്പിക്കുക. മൗനം, മനനശീലം ഉണ്ടാവുക. സദാ ആസനജയ, അതായത് ഇരുന്ന് ജപിക്കാനും സ്ഥിരമായിട്ട് ആ ഭാവത്തിൽ ഉറപ്പിച്ചിരിക്കാനുള്ള പ്രാപ്തി ഉണ്ടാവുക. സ്ഥൈര്യം,
മനസ്സിന് ഉറപ്പ്. പ്രാണജയശനൈഹി, പ്രാണായാമാദി ക്രിയകളെ കൊണ്ട് പ്രാണനെ ഉറപ്പിക്കുക. പ്രത്യാഹാരം കൊണ്ടും ഈ പ്രാണന്റെ പ്രവൃത്തികളെ നിയന്ത്രണമില്ലാത്തതിനെയൊക്കെ നിയന്ത്രിച്ച് രൂപപ്പെടുത്തുക. അങ്ങനെ വിഷയാൻ മനസ്സോ ഹൃദി, വിഷയങ്ങളിൽ നിന്ന് കുറേശ്ശെ പിമ്പിലേക്ക് പോരണം. അതായത് അഷ്ടാംഗയോഗത്തിൻ്റെ സമ്പ്രദായത്തിൽ ഭഗവാനെ ഹൃദയത്തിൽ നല്ലോണം ഉറപ്പിക്കണം. ഈ അഷ്ടാംഗ യോഗം എന്ന് പറഞ്ഞാൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്ന് പറയുന്നതായ 8 അംഗങ്ങളുടെ സമ്പ്രദായത്തിൽ വേണം ഈ ഭഗവാനെ ധ്യാനിക്കാൻ. അങ്ങനെ ഹൃദയത്തെ ഒരു താമരപ്പൂവായിട്ട് കണക്കാക്കിയിട്ട് ആ ഹൃദയമാകുന്ന താമരപ്പൂവിൻ്റെ നടുക്ക കർണികയിൽ ഭഗവാന്റെ സ്വരൂപത്തെ ഹൃദയത്തിൽ നന്നായിട്ട് ധ്യാനിക്കണം. ഏത് വിധത്തിൽ വേണം ആ ധ്യാനം? പറയും. പ്രസന്നവദനാംഭോജം പത്മഗർഭാരുണേക്ഷണം നീലോൽപലദളശ്യാമം ശംഖചക്രഗദാധരം ലസൽ പങ്കജ കിഞ്ചൽ കപീതകൗശേയവാസസം ശ്രീവത്സവക്ഷസം ഭ്രാജൽ കൗസ്തുഭാമുക്തകന്ധരം മത്തദ്വിരേ ഭകലയാ പരീതം വനമാലയാ പരാർധ്യഹാരവലയ കിരീടാംഗതനൂപുരം കാഞ്ചീഗുണോല്ലസൽ ശ്രോണീം ഹൃദയാംഭോജവിഷ്ടരം ദർശനീയതമം ശാന്തം മനോനയനവർദ്ധനം അപീച്യ ദർശനം ശശ്വൽ സർവലോക നമസ്കൃതം സന്തം വയസി കൈശോരേ ഭൃത്യാനുഗ്രഹകാതരം കീർത്തന്യതീർത്ഥയശസം പുണ്യശ്ലോകയശസ്കരം ധ്യായേൽ ദേവം. ഈ ഭാവത്തിലാണ് ഭഗവാനെ ധ്യാനിക്കേണ്ടത്. എങ്ങനെ? ധ്യായേൽ ദേവം സമഗ്രാംഗം യാവന്നച്യവതേ മന. ഈ സമ്പ്രദായത്തിൽ ഭഗവാനെ ഹൃദയത്തിൽ ധ്യായേത് പറഞ്ഞാൽ ധ്യാനിക്കും. ഇതാണ് ധ്യാനത്തിന്റെ സ്വരൂപം. എങ്ങനെയാ ധ്യാനിക്കേണ്ടത്? എങ്ങനെ വേണമെങ്കിൽ ആവാം. സ്ഥിതം, പ്രചണ്ഡം, ആസീനം, ശയാനം വാ ഗുഹാശയം. നിൽക്കണ മട്ടിലോ ഇരിക്കണ മട്ടിലോ, അതല്ല നടക്കണ മട്ടിലോ, പ്രേക്ഷണീയേ ഹിതം. അവനവന് ഹൃദയത്തിൽ ഏത് ഭാവത്തിലോ ഉറക്കിയച്ചാ മട്ടിലൊക്കെ ധ്യാനിച്ചോളൂ. എന്ത് വേണം? ധ്യായേൽ ശുദ്ധഭാവേന ചേതസാം. അതാണ് മനസ്സിനെ ശുദ്ധാക്കിയിട്ട് ഈ വിധത്തിലേക്ക് ധ്യാനിക്കുക ഭഗവാനെ. അതെങ്ങനെയാ വേണ്ടത് ചോദിച്ചാൽ പറയും. പാദാദി കേശം കേശാദി പാദമായിട്ട് വേണം ഭഗവാനെ ധ്യാനിക്കാൻ. ഈ പാദാദി കേശം കേശാദി പാദം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പാദം മുതൽ ഭഗവാന്റെ കേശം വരെ, പിന്നെ കേശം മുതൽ പാദം വരെ, അങ്ങനെ ആവർത്തിച്ച് പാദാദി കേശം കേശാദി പാദം ഇങ്ങനെ നിരന്തരം ആവർത്തിച്ച് ഉറപ്പിക്കണം സംഗോപാംഗമായിട്ട്. അപ്പം എങ്ങനെയാ വേണ്ടത്? ഞാൻ സംഗോപാംഗമായിട്ടുള്ള ധ്യാനത്തിന്റെ സമ്പ്രദായമാണ് പറഞ്ഞു കൊടുത്തത്. അവിടെ പറയണോ ഓരോന്ന് പാദം മുതലുള്ള ആ ധ്യാനത്തിന്റെ സ്വരൂപ സമ്പ്രദായം വിസ്തരിക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. പറയും. സഞ്ചിന്തയേ ഭഗവതശ്ചരണാരവിന്ദം വജ്രാങ്കുശധ്വജ സരോരുഹലാഞ്ചനാഠ്യം ഉത്തുംഗതരക്കതവിലസന്നഖചക്രവാള ജ്യോത്സ്നാഭിരാഹതമഹൽ ഹൃദയാന്ധകാരം സഞ്ചിന്തയേത്. ഇതാണ് ധ്യാനിക്കേണ്ട സ്വരൂപം. എങ്ങനെ? ഭഗവതശ്ചരണാരവിന്ദം, ഭഗവാന്റെ പാദങ്ങളെ ധ്യാനിക്കുക. എങ്ങനെയുള്ളത്? വജ്രാങ്കുശ ധ്വജ സരോരുഹ ലാഞ്ചനാഠ്യം. വജ്രം, അങ്കുശം, ധ്വജം, സരോരുഹം ഭഗവാന്റെ പാദത്തിലുള്ള വിശേഷപ്പെട്ട മുദ്രകളാണ്. അങ്ങനെയുള്ള മുദ്രകളൊക്കെ അങ്ങനെ ഇരിക്കുന്നതായ ഭഗവാന്റെ പാദങ്ങളെ രണ്ടിനെയും നല്ലതായിട്ട് ധ്യാനിക്കണം. മാത്രമല്ല അതിലെന്ത് പ്രത്യേകതയുണ്ട്? ഉത്തുംഗര കഥവിലസൻ നഖചക്രവാള. ഭഗവാന്റെ ആ നഖങ്ങളുടെ തിളക്കം, ആ കാന്തി അതേ വേണ്ടു. ആ കാന്തി കൊണ്ട് തന്നെ എന്തുണ്ടാവും? ഹൃദയത്തിന്റെ അന്ധകാരം നീക്കണ വിധത്തില് ഭഗവാൻ അങ്ങനെ ആ ഭഗവാന്റെ മനോഹരമായ പാദം, ആ പാദത്തെ ഹൃദയമാകുന്ന പീഠത്തിൽ നന്നായിട്ട് ധ്യാനിക്കണം. എന്നിട്ട് എന്ത് വേണം? തൊട്ട് മുകളിലേക്കായിട്ട് യൗജനിസ്രത സരിൽ പ്രവരോദകേന തീർത്ഥേന മൂർധന് അധികൃതേന ശിവശിവോ ഭൂൽ ധ്യാതുർമനശമനശൈല നിസൃഷ്ടവജ്രം ധ്യായേൽ ചിരം ഭഗവത ചരണാരവിന്ദം. ഭഗവാന്റെ പാദത്തിൽ ബ്രഹ്മാവ് പണ്ട് അഭിഷേകം ചെയ്ത തീർത്ഥാണ് ആകാശഗംഗയായിട്ട് വന്ന് പിന്നീട് അത് ഭൂമിയിൽ ഭഗവാൻ ശ്രീപരമേശ്വരൻ ശിരസ്സിലേറ്റ് വാങ്ങി ഭൂമിയിൽ വന്ന് ആ ഗംഗാ നദിയാണ് ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതാണ് ലോകത്തെ എന്ത് ചെയ്യുന്നത്? ശുദ്ധാക്കണത്. അതുകൊണ്ട് ധ്യാതുർമനശമനശൈല നിസൃഷ്ടവജ്രം ധ്യാനിക്കണവന്റെ ഹൃദയത്തിലെ എല്ലാ ദുരിതങ്ങളും ഇല്ലാതേകണ്ടാക്കണതായ ഭഗവാന്റെ പാദങ്ങളെ ധ്യായേൽ ചിരം ഭഗവതശ്ചരണാരവിന്ദം. ആ ഭാവത്തില് ഭഗവാന്റെ പാദങ്ങളെ
ഹൃദയത്തിൽ ഉറപ്പിക്കുക. പിന്നെ അവിടുന്ന് മുകളിലേക്കായിട്ട് ഭഗവാന്റെ ആ കണങ്കാലുകളെ ധ്യാനിക്കണം. അതിൻ്റെയും മുകളിലേക്കായിട്ട് ഭഗവാന്റെ ആ കാൽമുട്ടുകൾ എങ്ങനെയുള്ളത്? ജാനുദ്വയം ജലജലോചനയാ ജനന്യ ലക്ഷ്മ്യാഖിലസ്യ സുരവന്ദിതയാ വിധാതോ ഊർവോർനിധായ കരപല്ലവരോചിഷായൽ സംലാളിതം ഹൃദി വിഭോര ഭവസ്യ കുര്യാൽ. അതായത് ആ രണ്ട് കാൽമുട്ടുകൾ നല്ല മനോഹരമായിട്ടിരിക്കണത് മാത്രമല്ല, ഉർവോർനിധായ കരപല്ലവരും, ആ ഉരുകളിൽ വെച്ച ആ മനോഹരമായ കയ്യ് അതൊക്കെ ആയിട്ടിരിക്കണേ ഭഗവാന്റെ ആ മനോഹരമായ രൂപത്തെ ധ്യാനിക്കണം. പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് ഭഗവാന്റെ ആ മഞ്ഞപ്പട്ടൊക്കെ ചാർത്തിയിട്ടുള്ളതായ ഊരുക്കൾ എങ്ങനെയുള്ളത്? സുപർണ ഭുജയോരധിശോഭമാനാവോജോ നിധി അതസികാ കുസുമാവഭാസൗ. മനോഹരമായ ഊരുക്കളെ വ്യാലംബി പീതവരവാസസി വർത്തമാന കാഞ്ചീകലാപ പരിരംഭിനി തംബിംബം. ഭഗവാന്റെ ആ ഊരുക്കള് മഞ്ഞപ്പട്ട കൊണ്ട് ഇങ്ങനെ മറിഞ്ഞിരിക്കണം, മനോഹരമായിട്ടിരിക്കണം ഭാവം. പിന്നെ അവിടുന്ന് ഭഗവാന്റെ ആ അരക്കെട്ട് ആ കാഞ്ചി ഗുണോല്ലസൽ ശ്രോണി എന്ന് പറഞ്ഞില്ലേ, നല്ല ഒന്നാന്തരം സ്വർണത്തിന്റെ അരഞ്ഞാണം കൊണ്ട് കെട്ടി ബന്ധിച്ചതായ ആ തിരുവുടയാട മാത്രമല്ല, അതിന് മുകളിലേക്കായിട്ട് ഭഗവാന്റെ തിരുവയറ്, അതിൻ്റെ മുകളിലേക്കായിട്ട് ആ കൗസ്തുഭമണി പ്രകാശിക്കുന്നതായ മാറ്. അവിടെയാണെങ്കിലോ വനമാല പരീതങ്കം, വനമാല ഇങ്ങനെ ഞാന്ന് കിടക്കണു. അതിൻ്റെ മുകളിലായിട്ട് എന്ത് കാണാം? ഭഗവാന്റെ ആ കണ്ഠം എങ്ങനെയുള്ളത്? കൗസ്തുഭാമുക്തകന്ധരം, കൗസ്തുഭമണി ശോഭിക്കുന്നതായ കണ്ഠം, ശംഖചക്ര ഗദാപത്മങ്ങൾ ഇങ്ങനെ പരിശോഭിക്കുന്നതായ 4 കൈകള്. അതിൻ്റെ മുകളിലേക്കായിട്ട് ഭഗവാന്റെ ആ തിരുമുഖം എങ്ങനെയുള്ളത്? പുഞ്ചിരി ഇങ്ങനെ തൂകിയിട്ട് മനോഹരമായിട്ട് പ്രകാശിക്കുന്നതായ മുഖം, ആ കവിൾത്തടങ്ങള് സ്ഫടികം പോലെ മിന്നി തിളങ്ങുന്നതായ മകരകുണ്ടലങ്ങള് പ്രതിബിംബിക്കുന്നതായ കവിൾത്തടങ്ങള്, ആ കാതുകളിൽ അങ്ങനെ ഞാന്ന് കിടക്കുന്നതായ കർണാഭരണം, മകരമത്സ്യങ്ങളുടെ ആകൃതിയിലുള്ള കർണാഭരണങ്ങളെ ധ്യാനിക്കുക. അവിടുന്ന് എള്ളിൻപൂവത്തെന്ന് ആശിക്കുക. അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഭഗവാന്റെ ആ നേത്രങ്ങള്, കാരുണ്യാകുല നേത്രം, ഭക്തന്മാരുടെ നേരെ കരുണ ഇങ്ങനെ വഴിഞ്ഞൊഴുകുന്നതായ ആ നേത്രങ്ങളെ നല്ലോണം ധ്യാനിക്കുക. അതിൻ്റെ മുകളിലേക്കായിട്ട് ആ പരികക്കൊടികൾ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ച് പരിപാലിച്ച് അനുഗ്രഹിക്കുന്നത് ആ പരികക്കൊടിയുടെ ചലനം കൊണ്ടാണ്. ആ പരികക്കൊടികളെ നല്ലോണം ധ്യാനിക്കുക. അതിൻ്റെ മുകളിലേക്കായിട്ട് അർദ്ധചന്ദ്രന്റെ ആകൃതിയിലിരിക്കുന്നതായ ആ തിരുനെറ്റി, ഊർധ്വപുണ്ട്രാം അപീച്ച, ആ ഊർധ്വഗോപിയൊക്കെ ചാർത്തി മനോഹരമായ തിരുനെറ്റിയെ ധ്യാനിക്കുക. അവിടെ നിന്ന് അങ്ങോട്ട് സഹസ്രകോടി സൂര്യന്മാർ ഒന്നിച്ചുദിച്ചുയർന്ന് പ്രകാശിക്കുമ്പോണ്ടാവണ പ്രകാശത്തെ വെല്ലണതായ പ്രകാശത്തോടു കൂടിയതായ ആ കിരീടത്തെയും ധ്യാനിക്കുക. ഇങ്ങനെ പാദാദി കേശം ഭഗവാന്റെ സ്വരൂപത്തെ ഹൃദയത്തിൽ ഉറപ്പിക്കുക. അങ്ങനെ പാദാദി കേശം ഹൃദയത്തിൽ ഉറപ്പിച്ചാൽ പിന്നീട് വേണ്ടത് കേശാദിപാദം, കേശം മുതൽ കീഴ്പ്പെട്ട പാദം വരെ വീണ്ടും ആവർത്തിക്കുക. ആ സൂര്യസമാനമായ സൂര്യസ്പർദ്ധികിരീടമുദ്ധതിലകപ്രോദ്ഭാസി ഫാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലത് കൗസ്തുഭം തുദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സതി ഭജേ കേയൂരംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയങ്കിത ശ്രീമദ്ബാഹുചതുഷ്ക സംഗതഗദാശങ്കാരി പങ്കേരുഹാം കഞ്ചിത് കഞ്ചന കഞ്ചിലഞ്ചിതലസത്പൈതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിവദാം മൂർത്തിം തവാർത്തിച്ഛിതം. ആ ആർത്തിച്ഛിതായ മൂർത്തിയെ കേശാദി പാദം ധ്യാനിച്ചിട്ട് അവിടുന്ന് പിന്നീട് പാദാദികേശം കേശാദിപാദം ആവർത്തിച്ച് ഉറപ്പിക്കുക. ഈ വിധത്തില് ഭഗവാന്റെ ഈ സ്വരൂപത്തെ നിരന്തരാനുസന്ധാനം ചെയ്ത് സങ്കോപാംഗം ധ്യാനിച്ചുറപ്പിക്കുമ്പം ആ ധ്യാന സ്വരൂപം ഹൃദയത്തിൽ ഉറയ്ക്കും. അങ്ങനെ ഉറച്ചു ഭഗവാന്റെ ആ വെളിച്ചം ഹൃദയത്തിൽ നന്നായിട്ട് പ്രകാശിച്ചാൽ, അങ്ങനെ ആ ഭഗവത് ഭാവം നല്ലോണം ഉള്ളിൽ തിളങ്ങിയിരിക്കുന്നതായ മഹാത്മാക്കളെ സംബന്ധിച്ച് പറയുമ്പം അവർക്ക് ഏവം ഹരൗ ഭഗവതി പ്രതിലബ്ധ ഭാവോ ഭക്തിയാദ്രവൽ ഹൃദയ ഉത്പുളക പ്രമോദാൽ ഔത്കണ്ഠ്യ ബാഷ്പകലയാ മുഹുരർദ്യമാന തച്ചാവിചിത്തപടിശം ശനകൈർവിയുങ്കതേ. അതോടെ ഹൃദയത്തിന്റെ ആ കർമ്മഗ്രന്ഥി ബന്ധനങ്ങളൊക്കെ പൊട്ടി തകർന്ന് ആ മഹാത്മാവ് ഒരു യോഗീശ്വരന്റെ ഭാവത്തിലേക്ക് അങ്ങോട്ട് മാറും. അദ്ദേഹത്തെ സംബന്ധിച്ച് പിന്നെ എന്തില്ല? കർമ്മങ്ങളില്ല. ഏതുപോലെ ദൈവാതുപേതമുത ദൈവവശാദപേതം
വാസോ യഥാ പരികൃതം മതിരാമദന്ധ. അങ്ങനെയായിട്ട് തീരും. അതായത് ഏതുപോലെ എന്നാണെങ്കിൽ ഈ പ്രാരബ്ധമാഗാമി സഞ്ചിതം എന്ന് പറഞ്ഞ 3 ജാതി കർമ്മങ്ങളാണ് ലോകത്തിൽ ബന്ധനം ഉണ്ടാക്കി ബന്ധിപ്പിക്കുന്നത്. ഈ 3 കർമ്മങ്ങളും വിട്ടൊഴിഞ്ഞു പോകും. ഇതുപോലെ ഓലയുടെ മടല് തെങ്ങിന്റെ മുള്ളിരിക്കെ ഉണങ്ങി പാകമായാൽ പിടിച്ചു കെട്ടിയിട്ടാലും നിൽക്കാത്ത പോലെ താനെ ഉർന്നു വീണ് പോണ മാതിരി ആ കർമ്മങ്ങളൊക്കെ എന്ത് ചെയ്യും? വിട്ടൊഴിഞ്ഞു പോകും. ഇവിടെ പറഞ്ഞ ഉദാഹരണം വാസോ യഥാ പരികൃതം മതിരാമദന്ധ. കള്ള് കുടിച്ച് അന്തല്യാണ്ട് അയോന്റെ അരയിലിരിക്കണം മുണ്ട് അഴിഞ്ഞു പോണ മാതിരി അറിയാതെ കർമ്മങ്ങളൊക്കെ പോവും. അങ്ങനെ അദ്ദേഹം കർമ്മനിർമുക്തനായിട്ട് തീരും. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ഭാവം തന്നെ അങ്ങോട്ട് മാറും. എങ്ങനെയെന്നാണെങ്കിൽ പറയും, ഏത് വിധത്തില് സർവഭൂതേഷു ചാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷേദാനന്യ ഭാവേന ഭൂതേഷ്വ തദാത്മത. അങ്ങനെയായിട്ട് തീരും. സർവഭൂതേഷു ചാത്മാനം, എല്ലാ ജീവജാലങ്ങളുടെയും അകത്ത് അവനവന്റെ അകത്തിരിക്കുന്ന സ്വരൂപം തന്നെയാണ് തിളങ്ങുന്നത്. സർവഭൂതാനി ച ആത്മനി, സകല ചരാചരങ്ങളുടെയും അകത്തിരിക്കുന്ന ഈശ്വര സ്വരൂപം തന്നെയാണ് എൻ്റെ ഉള്ളിലും ഇരിക്കുന്നത് എന്നങ്ങോട്ട് ഉറയ്ക്കും. അപ്പൊ പിന്നെ ഒന്നിനോടൊരു ഭേദം തോന്നില്ല. ഇതാണ് ആ ധ്യാനയോഗം കൊണ്ട് ഉണ്ടാവണ മഹിമ. അമ്മ ചോദിച്ചു, ഭഗവാനെ ധ്യാനയോഗമൊക്കെ മഹാകേമാണ്, ശരി തന്നെയാണ്, ധ്യാനിക്കണം എന്നൊക്കെ മോഹമുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഈ ധ്യാനം ഹൃദയത്തിൽ അങ്ങോട്ട് ഉറച്ചു വരുന്നില്ല. അപ്പൊ അതിനെന്താ ഒരു വിദ്യ ചോദിച്ചു. അപ്പൊ അതിന് വിദ്യയായിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുത്തു, ധ്യാനം ഉറയ്ക്കണമെങ്കിലും നേരെയാവണമെങ്കിലും വേണ്ടത് എന്താ ചോദിച്ചാൽ അതിന് ഭക്തിയുടെ ഒരു വലിയ അടിസ്ഥാനം ഉണ്ടാവണം, എന്നാലേ ധ്യാനം നേരെയാവുള്ളൂ. അപ്പൊ അമ്മ ചോദിച്ചു ഭഗവാനോട്, ഭക്തി ചപ്പം എങ്ങനെയാ, അതൊന്ന് പറഞ്ഞു തരും എനിക്ക് എന്ന് ചോദിച്ചു. അപ്പം ഭഗവാൻ പറഞ്ഞു, ഭക്തിയുടെ സമ്പ്രദായം പറഞ്ഞുതരാം. ഇനി എങ്ങനെയാ ഈ ഭക്തി എന്ന് പറഞ്ഞാൽ, ഭക്തിയോഗോ ബഹുവിധോ മാർഗൈർ ഭാമിനി ഭാവ്യതേ സ്വഭാവ ഗുണമാർഗേണ പുംസാം ഭാവോ വിഭിദ്യതേ. ഭക്തി എന്ന് പറയുന്നത് ആളുകളുടെ സ്വഭാവത്തിനനുസരിച്ച് മാറിയിരിക്കും. എന്താ ഈ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുണഗണങ്ങളാണ് സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത്. അപ്പം സത്വം രജസ് തമസ് എന്ന് പറഞ്ഞ ഗുണങ്ങളാണ് സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നത്. ഈ രൂപങ്ങൾക്ക്, അതായത് ഈ ഗുണങ്ങൾക്കനുസരിച്ച് ഭക്തിയിലും ഉണ്ട് ഭേദം. എങ്ങനെയുണ്ട് ഭേദം? അതാണ് പ്രത്യേകമായിട്ട് പറഞ്ഞത്. ഭക്തിയെക്കുറിച്ച് പറയുമ്പം അതിന് താമസ ഭക്തി, അതായത് തമോ ഗുണപ്രധാനമായ ഭക്തി, രാജസ ഭക്തി, രജോ ഗുണപ്രധാനമായിട്ടുള്ള ഭക്തി, പിന്നെ ഒന്ന് സാത്വിക ഭക്തി, അതായത് സത്വഗുണപ്രധാനമായിട്ടുള്ള ഭക്തി. ഇങ്ങനെ 3 എണ്ണം പറഞ്ഞിട്ട് പിന്നീട് പറഞ്ഞു നിർഗുണ ഭക്തി എന്ന് പറഞ്ഞു. നിർഗുണ ഭക്തി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ചോദിച്ചാൽ, ഈ 3 ഗുണങ്ങളും ഇല്ലാതെ കണ്ടിരിക്കുന്നതായ തെളിഞ്ഞ നൈർഗുണ്യം എന്ന് പറഞ്ഞു. സ്ത്രൈഗുണ്യോ ഭവ എന്ന് പറഞ്ഞില്ലേ, ആ നിർഗുണമായ ഭാവത്തിലിരിക്കണേ ശുദ്ധമായ ഭക്തി. ഇങ്ങനെ 4 തരം ഭക്തി സമ്പ്രദായങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പൊ എങ്ങനെയപ്പോ ഈ 4 എണ്ണം? അതിൽ ആദ്യത്തേത് താമസ ഭക്തി. എന്താ ഈ താമസ ഭക്തിയുടെ സമ്പ്രദായം എന്ന് ചോദിച്ചാൽ അവിടെ പ്രത്യേകമായിട്ട് പറയും, അഭിസന്ധായ യോ ഹിംസാം ദംഭം മാത്സര്യമേവ വാ സംരംഭി ഭിന്നദൃക്ഭാവം മയി കുര്യാൽ സ താമസ. അതായത് അഭിസന്ധായ, മറ്റൊന്നിന് നാശം ഉണ്ടാവണം എന്ന് കണക്കാക്കിയിട്ട് മാത്സര്യബുദ്ധിയോട് കൂടിയിട്ട് ഭഗവാനെ ഭജിക്കുന്നതിൻ്റെ പേരാണ് എന്ത്? താമസ ഭക്തി. മറ്റൊരാൾക്ക് നാശം ഉണ്ടാവണേ നിരീക്ഷിച്ച് ഭഗവാനെ ഭജിക്കുമ്പോൾ അത് തമോ ഗുണപ്രധാനമാണ്. അപ്പം അങ്ങനെയുള്ളൊരു ദുഷ്ട സമ്പ്രദായം കൂടി ഉണ്ടാവും അതിൽ. അതാണ് ഈ താമസ ഭക്തിയുടെ പ്രത്യേകത. എന്നാൽ രാജസം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. രാജസ ഭക്തിയുടെ ഒരു വൈശിഷ്ട്യം എന്താ ചോദിച്ചാൽ പറയും, വിഷയാൻ അഭിസന്ധായ യശ ഐശ്വര്യമേവ. എന്നിട്ട് അർച്ചാദ വർച്ചയേദിയോമാം പൃഥക് ഭാവസ രാജസ. ഭിന്നഭാവത്തില് വിഗ്രഹാദികളിൽ ഭഗവാനെ ഭജിക്കുക. എങ്ങനെയുള്ള ഭാവത്തിലാണ് ഭിന്നത? ഏത് ഭിന്നഭാവത്തിലാണ് ഭജിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ പറയണോ, വിഷയാൻ അഭിസന്ധായ, ഈ ലോകത്തിൽ ഓരോരോ കാമനകൾ പൂർത്തിയാവാനായിട്ട് എന്ത് ചെയ്യണം? യശ ഐശ്വര്യം. ഈ 2 മോഹാണ്. ഒന്ന്, എനിക്ക് പേര് നല്ലോണം ഉണ്ടാവണം, പിന്നെ എനിക്ക് സമ്പത്തും സമൃദ്ധിയും നല്ലോണം ഉണ്ടാവണം. ഇങ്ങനെ കണക്കാക്കിയിട്ട് പണം ഉണ്ടാവണം, പേരുണ്ടാവണം. ഇതാണ് ഉദ്ദേശം. ഈ 2 ഉദ്ദേശത്തോടും കൂടി ഭജിക്കുന്നതിൻ്റെ പേരാണ് രാജസം എന്ന് പറഞ്ഞ ഭക്തി. എന്നാൽ ഇനി 3ാമത്തെ ഒരു ഭക്തി ഉണ്ട്, സാത്വികമായ ഭക്തി. അതിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്? അത് പറയും, കർമ്മനിർഹാരമുദ്ദിശ്യ പരസ്മിൻ വാ തദർപ്പണം യജേത് യഷ്ടവ്യമിതി വാ പൃഥക് ഭാവസ സാത്വിക. സാത്വികന്റെ എങ്ങനെയാ ചോദിച്ചാൽ, അദ്ദേഹത്തിന് ഇപ്പം മറ്റുള്ളവർക്ക് നാശം ഉണ്ടാവണമെന്നോ തനിക്ക് സമ്പത്തും സമൃദ്ധി ഉണ്ടാവണമെന്നോ അങ്ങനെയൊന്നും മോഹമൊന്നുമില്ല. പക്ഷെ പിന്നെ എന്തിനാ അദ്ദേഹം യജിക്കുക? യഷ്ടവ്യമിതി, ഭഗവാനെ ഭജിക്കാനാണ് ഈ ജന്മം കിട്ടിയത്, അതുകൊണ്ട് ഭഗവാനെ ഭജിക്കുകയാണ് എന്ന മട്ടില് ഭഗവാനെ ഭജിക്കുന്നതിൻ്റെ പേരാണ് ഈ തൻ്റെ കർത്തവ്യമാണ് ഈ ഭജനം.
അതുകൊണ്ട് ഭഗവാനെ ഭജിക്കേ വയ്ക്കൂ എന്നുള്ള മട്ടില് ഭഗവാനെ ഭജിക്കുമ്പം അതിനാണ് എന്ത് പറയുന്നത്? സാത്വികമായ ഭക്തി എന്ന് പറയും. എന്നിട്ട് ഇത്രയും പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു ഇനി നിർഗുണമായ ഭക്തിയുടെ സമ്പ്രദായത്തെ കുറിച്ച് പറയാം. എന്താ ഈ നിർഗുണ ഭക്തി എന്ന് പറഞ്ഞാൽ? അതിന് ഈ ഗുണഭാവന ഇല്ല. സത്വം രജസ തമസ് എന്നുള്ള ഗുണഭാവങ്ങൾ ഇല്ലാത്തതായ ഒന്നാണ് ഈ നിർഗുണ ഭക്തി. അതെങ്ങനെയത്? അതിനെയും കുറിച്ച് പറഞ്ഞു കൊടുത്തു. പറയും മദ്ഗുണശ്രുതി മാത്രേണ മയി സർവഗുഹാശയേ മനോഗതിരവിഛിന്ന യഥാ ഗംഗംഭസോംബുധൗ ലക്ഷണം ഭക്തിയോഗസ്യ നിർഗുണസ്യ ഹ്യുദാഹൃതം. അതായത് ഇതാണ് നിർഗുണ ഭക്തി യോഗത്തിന്റെ സമ്പ്രദായം. എങ്ങനെ? മദ്ഗുണം ശ്രുതി മാത്രേണ ഭഗവാന്റെ മഹിമകളും ഗുണങ്ങളും ഭഗവത് കഥകളും ധാരാളം കേൾക്കുക കാരണത്താൽ ആ ഭഗവത് കഥാശ്രവണത്തിലുള്ള ആ ഒരു താല്പര്യം കൊണ്ട് ഭഗവാന്റെ തൃപ്പാദത്തിലേക്ക് മനസ്സുറയ്ക്കുക. ഇതുപോലെ അതവിടെ പറയും ഈ നിരന്തരമായിട്ട് അവിഛിന്ന മനോഗതി, ഇടയ്ക്കിങ്ങനെ വിട്ടും മുറിഞ്ഞൊന്നും പോവില്ല. ഇങ്ങനെ തൈലധാര പോലെ ഭഗവാങ്കലേക്ക് മനസ്സിങ്ങനെ പ്രവഹിക്കുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് ഈ നിർഗുണ ഭക്തി. ഏതുപോലെ? യഥാ ഗംഗാംഭസംബുധൗ, ഗംഗാനദി സമുദ്രത്തിൽ ചെന്ന് ചേരണ മാതിരി. ഗംഗാനദിയിൽ മഴക്കാലത്താണെങ്കിൽ നല്ലോണം വെള്ളം ഉണ്ടാവും, മഴ പെയ്തിട്ട്. അപ്പം അതുകൊണ്ട് നല്ലോണം കവിഞ്ഞൊഴുകി കടലിലേക്ക് ചെല്ലും. എന്നാൽ വേനൽക്കാലത്താണെങ്കിൽ വെയിൽ കൊണ്ട് മഞ്ഞുരുകി ഒലിച്ച് ഒഴുകി വന്ന് വെള്ളം നല്ലോണം ഉണ്ടാവും. അപ്പം അങ്ങനെയും വെള്ളം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് വേനൽക്കാലമായാലും മഴക്കാലമായാലും ഈ പറയുന്നതായ ഗംഗാ നദിയിൽ വെള്ളം വറ്റി പോവുക, പ്രവാഹം നിന്നു പോവുക എന്നൊരു ബുദ്ധിമുട്ട് ഇല്ല. അപ്പം അതുപോലെ ഒരു കാലത്തും പ്രവാഹം നിൽക്കാത്തതായ ഗംഗയെ പോലെ എൻ്റെ മനസ്സ് എന്ന് എവിടേക്ക് പ്രവഹിക്കണം? ഭഗവാങ്കിലേക്ക് പ്രവഹിക്കണം. അതിൻ്റെ പേരാണ് നിർഗുണ ഭക്തി എന്ന് പറയും. എന്നിട്ട് അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു എങ്ങനെയത്? അതാണ് ഒരു പ്രത്യേകത. അവിടെ എന്താ ഉള്ളത്? അഹൈതുക്യ അവ്യവഹിത യാ ഭക്തി പുരുഷോത്തമേ. ഇതാണ് അഹൈതുകി, ഒരു കാരണം കൊണ്ട് ഉണ്ടാവണതും അല്ല ഇത്. അവ്യവഹിത, വേറൊരു കാരണം കൊണ്ട് ഇല്ലാതേകണ്ടാവണതും അല്ല ഈ ഭക്തി. ഇങ്ങനെയുള്ളതായ ഒരു സമ്പ്രദായത്തില് ഭഗവാനെ ഭജിക്കുന്നതിന് നിർഗുണ ഭക്തി എന്ന് പറയും. എന്നിട്ട് പറയുക ഈ സമ്പ്രദായത്തിൽ ഭഗവാനെ നിർഗുണ ഭക്തിയുടെ സമ്പ്രദായത്തിൽ ഭജിച്ചുറപ്പിക്കുമ്പം അവരുടെ പ്രത്യേകത എന്താണ്? അതാ പറഞ്ഞത് സയേവ ഭക്തിയോഗാഖ്യ ആത്യന്തിക ഉദാഹൃത. ഈ ഭക്തിയോഗമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഏത്? 4 പറഞ്ഞു കൊടുത്തിട്ട് അതിൽ നാലാമത്തേതായ ഇപ്പം പറഞ്ഞ നാലാമത്തെ നിർഗുണ ഭക്തിയോഗം ആണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അതുകൊണ്ട് അതിനെയാണ് ആശ്രയിക്കേണ്ടത്. അപ്പൊ തമോ ഗുണത്തിൻ്റെതായ ഭക്തിഭാവത്തിലിരിക്കെ അവിടുന്ന് ഉപാസിച്ച് ഭജിച്ച് ഉണർന്ന് ഉയർന്ന് എവിടെത്തണം? രാജസമായ സമ്പ്രദായത്തിലെത്തി. ആ രാജസമായ സമ്പ്രദായത്തിൽ നിന്നും ഉണർന്ന് ഉയർന്ന് എവിടെത്തണം? സാത്വികമായത്തിലേക്ക്, ഇല്ലേ? സാത്വികമായ ഭക്തിയുടെ മഹിമയിലേക്ക് പ്രവേശിക്കണം. അങ്ങനെ ഈ സാത്വികമായ സമ്പ്രദായത്തിൽ നിന്ന് വീണ്ടും ഉയർന്ന് നമ്മൾ 3 ഗുണങ്ങളെയും കളഞ്ഞ ഒരു മട്ടായിട്ട് തീരണം. അതിനാണ് നിർഗുണ ഭക്തി എന്ന് പറയുക. അപ്പോൾ താമസം, രാജസം, സാത്വികം, നിർഗുണം എന്ന് പറയുന്നത് ക്രമത്തിലുള്ളതായൊരു വളർച്ചയുടെ ഒരു ഉയർച്ചയുടെ കഥയാണെന്നും പറഞ്ഞു. ഈ ഭക്തി അവസാനത്തേക്ക് ചെല്ലുമ്പം ശ്രേഷ്ഠമാണ്. അതാണ് ശ്രേഷ്ഠമായത് എന്നും പറഞ്ഞു. ഇങ്ങനെ ഈ ഭഗവാന്റെ മഹിമകൾ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഭക്തിയോഗത്തെക്കുറിച്ച് പറയും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ആത്യന്തികമായത് ഇതാണ്. ഇതുകൊണ്ട് എന്താ ഗുണം ഉണ്ടാവുന്നത്? ഏന അതിവ്രജ്യ ത്രിഗുണം മദ്ഭാവായോപപദ്യത്തെ. അങ്ങനെ ഈ ത്രിഗുണ ഭക്തിയെ അങ്ങോട്ട് കളഞ്ഞ് ഇപ്പൊ പറഞ്ഞതായ ഈ നാലാമത്തെ ഈ ഭക്തി സമ്പ്രദായം കൊണ്ട് ഏന ഈ പറഞ്ഞ നിർഗുണ ഭക്തിയുടെ സമ്പ്രദായം കൊണ്ട് അർത്ഥം ഏന അതിവ്രജ്യ ത്രിഗുണം, 3 ഗുണങ്ങളെയും അതിവ്രജ്യ മറികടന്നിട്ട് മദ്ഭാവായ ഉപപദ്യത, ഭഗവാന്റെ അടുത്തെത്താൻ യോഗ്യനായി എന്നാണ്. 3ാമത്തേത് കഴിഞ്ഞ് 4ാമത്തേലേക്ക് എത്തുമ്പോൾ ഭഗവത് പദപ്രാപ്തിക്ക് പ്രാപ്തനായി എന്ന് പറയും. ഇതാണ് കഥ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഭഗവാനെ ഈ ഭാവത്തിൽ ഭജിച്ചുറപ്പിച്ചോളൂ. എങ്ങനെയാ വേണ്ടത് ഭജിക്കുക? അങ്ങനെയാണ് ഭജിക്കേണ്ടത്. എങ്ങനെയാന്ന് ചോദിച്ചാൽ അത് പ്രത്യേകം പറയും. അഹം സർവേഷു ഭൂതേഷു ഭൂതാത്മാ അവസ്ഥിത സത്. ഞാൻ, അതായത് ഭഗവാൻ സകല ജീവജാലങ്ങളുടെയും അകത്ത് ആത്മസ്വരൂപനായിട്ട് ഇരിക്കണോ, അല്ലെങ്കിൽ ആത്മഭാവേന പ്രത്യേക ആത്മസ്വരൂപനായിട്ട് ഇരിക്കണോ എന്ന ഭാവത്തിൽ വേണം ഭഗവാനെ ഭജിക്കാൻ. അല്ലാതെ കണ്ട് എന്ത് ചെയ്യരുത്? തമവജ്ഞായ മമ്മർദ്യ ഗുരുതേ അർച്ചാവിഡംബനം. അല്ലാതെ എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലിരിക്കുന്ന ഭഗവത് ഭാവത്തെ നിന്ദിച്ചിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു വിഗ്രഹത്തിലോ ഒരു സ്ഥാനത്തോ ചെന്ന് തൊഴുതതുകൊണ്ടോ നമസ്കരിച്ചതുകൊണ്ടോ ഭജിച്ചതുകൊണ്ടോ ഗുണമൊന്നുമില്ല എന്നാ പറഞ്ഞത്. എങ്ങനെയാണ്? അതാ പറയുന്നത് ദിശത പരകായേ മാം മാനിനോ ഭിന്നദർശിന ഭൂതേഷു ബദ്ധവൈരസ്യ ന മനഃശാന്തിം പൃച്ഛതി.
അതായത് മറ്റൊരു ശരീരത്തിൽ ഇരിക്കണ എല്ലാ ശരീരങ്ങളുടെയും അകത്തിരിക്കുന്നത് ഈശ്വര സ്വരൂപമാണ് എന്നിരിക്കെ ഒരു ശരീരത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഈശ്വരഭാവത്തെ നിന്ദിച്ചിട്ട് വേറൊരു ദിക്കിൽ പോയിട്ട് ഭഗവാനെ ഭജിച്ചുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല. അതുകൊണ്ട് ഭഗവാൻ ഉയർന്നതും താഴ്ന്നതും എന്ന് നമ്മൾ കണക്കാക്കുന്നതായ എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ സമഭാവേന ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ കറണ്ടിൻ്റെ ഏത് യന്ത്രം പ്രവർത്തിക്കണേ അതിൻ്റെ ഉള്ളിൽ പോയി കൈയിട്ടാലും നമുക്ക് എന്ത് ചെയ്യും? ഷോക്കടിക്കും എന്ന് പറഞ്ഞ മാതിരി ഏത് ഭാവത്തിൽ ഏത് ജീവജാലങ്ങളുടെ ഉള്ളിൽ പരിശോധിച്ചാലും അതിലൊക്കെ ഇരിക്കുന്നത് ഭഗവാന്റെ മഹിമയാണ് എന്ന് മനസ്സിലാക്കണം. ഇതാണ് പ്രത്യേകത. അങ്ങനെയാണ് ഭഗവാനെ ഭജിക്കേണ്ടത്. ഈ ഭക്തി യോഗത്തിൻ്റെ സമ്പ്രദായത്തെ ഈ വിധത്തിൽ ഭഗവാൻ കപില വാസുദേവൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു.